ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ക്യാരറ്റ് പോളൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഇതാ 4-5 മുട്ട എടുക്കുക. വലിയ മുട്ട ആണെങ്കിൽ 4 എടുത്താലും മതി. ഇതുപോലെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങ എടുക്കുക. പിന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് കുറച്ച് മിൽമ നെയ്യിൽ ഒന്ന് അതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ചധികം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് പൊത്തി അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഈ മുട്ടൻ്റെ മിക്സ് ഞാനിപ്പം മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ആ മുട്ട മിക്സിയിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അതടിച്ച് വെക്കാം. പിന്നെ ഇതാ ക്യാരറ്റ് ഇതുപോലെ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാര ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് ഒരു 2-3 ടീസ്പൂണ് മിൽമഗിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പം ക്യാരറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് നട്ട്സും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതൊഴിക്കാം. ഈ പാനിലേക്ക് കുറച്ച് ഗീ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അടിയിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് ആയി കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിലാക്കാൻ പറ്റിയ ക്യാരറ്റ് പോളയാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. നമുക്ക് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ എനിക്ക് ചെറിയ ബ്രെഡാണ് കിട്ടിയത്. വലിയ ബ്രെഡാണ് ഇതിന് നല്ലത്. ഇതിപ്പം കെച്ചപ്പും മയോണൈസും ചില്ലി ഫ്ലെക്സൊക്കെ മിക്സാക്കി എടുത്തതാണ്. അതാണ് സോസായിട്ട് ഇട്ടുകൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇതുപോലെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ സലാഡ്, ഇഷ്ടമുള്ള സലാഡൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. സലാഡ് വെക്കുമ്പം കക്കിരിയും ഉള്ളി തക്കാളി എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക. പിന്നെ നമുക്ക് മുട്ട ഓംലെറ്റ് ആക്കി അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഓരോന്നും വെക്കുക. എല്ലാം വെച്ചതിന് ശേഷം ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നത് അത് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഇത് സാൻഡ്വിച്ച് ബ്രെഡ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്നു. നല്ല ബ്രെഡാണെങ്കിൽ നല്ല വൃത്തിക്കായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒന്നിക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പ് മുറി സ്പെഷ്യലാണിത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.